വളരെ ദാരുണമായ സംഭവം എന്ന് നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ അത് ചുരുങ്ങിപ്പോവും. എന്തുകൊണ്ടാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത് ചെയ്യാൻ തോന്നുന്നത്? ഇവർ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? പല ഘടകങ്ങളുണ്ടാവാം. അതിലൊന്ന് നമ്മൾ ഈയിടെയായി അധികം ഉപയോഗിക്കുന്ന ഒന്ന് ലഹരിയുടെ ഉപയോഗമാണ്. ആ തരത്തിൽ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വിവരം ലഭിക്കുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? മോത്തി, ഇക്കാര്യത്തിലുള്ള വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം മുൻകാലങ്ങളിൽ അപേക്ഷിച്ചൊക്കെ കൂടുതൽ വർദ്ധിച്ച സാഹചര്യമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അതിന്റെ ഘടകം, അതിന്റെ സാന്നിധ്യം അത് എത്രത്തോളം ഇതിൽ വഴിയൊരുക്കി എന്നുള്ള കാര്യം അന്വേഷിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ സംഘർഷമുണ്ടായ MJ ഹയർ സെക്കൻഡറി സ്കൂൾ, താമരശ്ശേരി സ്കൂൾ, കോരങ്ങാട് സ്കൂൾ, ഒപ്പം തന്നെ മറ്റ് കൊടുവള്ളി സ്കൂളുകളുണ്ട്. അത്തരം സ്കൂളുകൾ തമ്മിലെ വിദ്യാർത്ഥികൾ കുറച്ച് കാലങ്ങളായി, വർഷങ്ങളായി ഈ തരത്തിൽ ഇത്തരം ഈ പരിപാടികളിൽ സ്കൂൾ വാർഷികങ്ങൾ, ഒപ്പം തന്നെ യാത്രയയപ്പ് പരിപാടികൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്കൂൾ കലോത്സവങ്ങൾ പോലും, വേദികൾ പോലും ഈ ഇത്തരം ചേരി തിരിഞ്ഞ് സംഘടിച്ച് സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തന്നെ പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കുട്ടികൾ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഫോട്ടോ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടു, ഫോട്ടോ എടുത്തു, അത് മറ്റ് സ്കൂളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്, ഗ്രൂപ്പുകൾക്കൊക്കെ അഭിമാനക്ഷതമുണ്ടാക്കി, അല്ലെങ്കിൽ അങ്ങനെ നിസ്സാരമായ ഒരു കാരണം. ഇപ്പോഴത്തെ സംഭവം പോലും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സ്കൂളിലെ ഒരു ട്യൂഷൻ ക്ലാസ്സിലെ യാത്രയപ്പ് പരിപാടിയിലെ പാട്ട് ഇടയ്ക്ക് തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു പരിഹാസം, ഇതാണ് വലിയ സംഘർഷത്തിലേക്ക് പോവുകയും ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് ഇടയാക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ തുടർച്ചയായി നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയും വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ മുൻപും ഈ മേഖലയിൽ അവിടെയുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഉണ്ടായ സംഘർഷങ്ങൾ അടുത്ത വർഷം വരുന്ന പുതിയ വിദ്യാർത്ഥികൾ കൂടി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു പാരമ്പര്യമായ രീതിയിലുള്ള ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു വൈരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെയും ഇപ്പോൾ ഷഹീദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ കാര്യങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇങ്ങനെ നിരന്തരമായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു ശ്രദ്ധയും ഈ ദിവസം വരെയും ഉണ്ടായില്ലേ? ഇക്കാര്യത്തിൽ ഒരു അന്വേഷണമോ ഒരു പഠനമോ അവബോധമോ ഉണ്ടായില്ലേ? അത് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പലപ്പോഴും അധ്യാപകർ അല്ലെങ്കിൽ സ്കൂൾ അധികൃതരൊക്കെ ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള പലവിധങ്ങളായ സംവിധാനങ്ങൾ, നടപടികൾ, നിയന്ത്രണങ്ങൾ, അച്ചടക്ക നടപടികളൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ആ എടുത്ത നടപടികളൊക്കെ ഫലപ്രദമായിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശാസ്ത്രീയമായ ഒരു നടപടികളാണോ, ഇത് പരിഹരിക്കാനുള്ള ഇടപെടലാണോ അവരൊക്കെ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് അല്ലായിരുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം അത്തരം നടപടികളൊന്നും ഒരു ഫലം കണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയ സംഭവം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതായത് ഈ പ്രശ്നങ്ങൾ മുൻപും ഉണ്ടായിരുന്നു, സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കും, അവർക്കെതിരെ ചിലപ്പോൾ കടുത്ത അച്ചടക്ക നടപടിയെടുക്കും, സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലുള്ള ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളിൽ, ഈ അക്രമ സംഭവങ്ങൾ, ഈ സംഘർഷങ്ങൾ തടയാൻ അവർക്ക് അതുകൊണ്ടൊന്നും സാധ്യമായിട്ടില്ല, അതൊന്നും സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നടപടികൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ടത്, പരിഹരിക്കേണ്ടത്, കുട്ടികളുടെ മനഃശാസ്ത്രപരമായ ഇടപെടൽ എത്രത്തോളം സാധ്യമായിട്ടുണ്ട്, പുതിയ സമൂഹ മാധ്യമങ്ങളിലെ ഈ കുട്ടികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അതിലെ ഇടപെടൽ, ഒപ്പം തന്നെ കോവിഡിന് ശേഷം കുട്ടികളിലെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിലൂടെ കുട്ടികളിൽ ഉണ്ടായിരിക്കുന്ന അവരുടെ സ്വഭാവ രീതികളിൽ, പെരുമാറ്റങ്ങളിൽ, വൈകാരികമായ അവരുടെ പ്രകടനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊന്നും ശാസ്ത്രീയമായി നമ്മൾ ഇതുവരെ പഠിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിദ്യാഭ്യാസ വകുപ്പ് അത് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഇനി പറയേണ്ടതുണ്ട്, വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ അത് ഇന്നലെ മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുട്ടിയുടെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് നേരത്തെ തന്നെ കണ്ണു തുറക്കേണ്ടതായിരുന്നു എന്നുള്ളത്, ഇതിന്റെ സൂചനകൾ, ഇതിന്റെ വ്യക്തമായ ഈ സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ, സംഘർഷങ്ങളൊക്കെ കുറച്ച് കാലങ്ങളായി ഞാൻ സൂചിപ്പിച്ചതുപോലെ കോവിഡിന് ശേഷം പിന്നീട് വിദ്യാലയങ്ങൾ തുറന്ന സമയത്ത് പഴയ വിദ്യാർത്ഥികളല്ല സ്കൂളിലേക്ക് തിരിച്ചെത്തിയത്. അത് വിദ്യാഭ്യാസ പ്രവർത്തകരായ ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അത്തരം ഒരു അപായ സൂചന, അല്ലെങ്കിൽ കുട്ടികളുടെ മാനസിക നിലയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുട്ടികൾ
അല്ലെങ്കിൽ ക്ലാസ് റൂമിലും പുറത്തുമൊക്കെ കുട്ടികളുടെ പ്രതികരണത്തിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്, പഠന വിഷയത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ. പക്ഷെ അതിനുള്ള പരിഹാരം എന്നുള്ള രീതിയിലുള്ള ഒരു കൃത്യമായ ശാസ്ത്രീയമായ ഇതിനെ സമീപിക്കാനോ പഠിക്കാനോ അത് ഇംപ്ലിമെന്റ് ചെയ്യാനോ ഒന്നും നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്രമ സംഭവങ്ങളോ ഇത്തരം പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് സ്കൂളുകൾ പലപ്പോഴും പോയിട്ടുണ്ട്. ഈ നമ്മുടെ ഇപ്പോൾ സംഘർഷമുണ്ടായ സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവ അത്തരം നടപടികളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെയായിരുന്നോ സമീപിക്കേണ്ടിയിരുന്നത് എന്നുള്ള കാര്യമൊക്കെ വലിയ ചോദ്യമാണ്. കാരണം അത്തരം അച്ചടക്ക നടപടികൾ ഉണ്ടാകുമ്പോൾ വീണ്ടും അതേ വിദ്യാർത്ഥികൾ തന്നെ വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്കെതിരെ ഉണ്ടായ നടപടി അല്ലെങ്കിൽ അവർക്കെതിരെ എടുത്തിരിക്കുന്ന ആക്ഷനുകൾ മറ്റു വിദ്യാർത്ഥികളെ അക്രമം ചെയ്യുന്നതിന് പിന്തിരിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ശാസ്ത്രീയമായി ഫലം ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഈ രീതിയിലുള്ള വിദ്യാർത്ഥികളുണ്ടായ മാറ്റം അഡ്രസ് ചെയ്യുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിലെങ്കിലും തിരിച്ചറിയാൻ എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെയാണ് കുട്ടികളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലഹരി ഇതിൽ എത്രത്തോളം ഘടകമായിട്ടുണ്ട് എന്നുള്ള കാര്യം. സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ലഹരി വസ്തുക്കൾ ലഭ്യമാവുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് പെട്ടെന്ന് ഒരു പ്രകോപനത്തിന്റെ പേരിൽ ആ സമയത്തൊരു തല്ലുണ്ടാവുന്നു, അത് അവിടെ തീരുന്നു എന്ന തരത്തിൽ പോലും ആയിരുന്നില്ല. ഇത് കരുതിക്കൂട്ടി പകരം വീട്ടാനായി മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊലവിളി നടത്തുകയാണ് ചെയ്യുന്നത് ഈ കുട്ടികൾ. ആ ശബ്ദ സന്ദേശം വല്ലാതെ ഭീതി ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായും നമുക്ക് ഇത്തരം മസിൽ പവർ കാണിക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ ആക്രമിച്ച് മർദ്ദിച്ച് ഒരു ഹീറോയിസം സ്വയം അവകാശപ്പെടുക എന്നുള്ളതുമൊക്കെ ഒരു ട്രെൻഡായി മാറുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ സ്വഭാവ മാറ്റത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുതന്നെയാണ്. കാരണം മറ്റുള്ളവർക്ക് പരിക്കേൽപ്പിച്ചും അക്രമം നടത്തിയും ഒക്കെ അതിലൂടെ സ്വയം ഒരു ഹീറോ ആയി മാറുക, അല്ലെങ്കിൽ സ്കൂളിലെ ഒരു ഗ്യാങ് അതിലൊരു മേൽക്കൈ നേടുക എന്നുള്ളതൊക്കെ ഒരു ലഹരി പിടിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അത് വലിയൊരു അന്തസ്സായും അഭിമാനമായും പറഞ്ഞു നടക്കുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യം. മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ പരിക്കേൽക്കുമ്പോഴുണ്ടാകുന്ന ഈ പരിക്കേൽപ്പിച്ച ആൾക്ക് പോലും ഉണ്ടാകുന്ന സ്വയം ഒരു കുറ്റബോധവും മാനസികമായ ഒരു വേദനയും, അബദ്ധത്തിലെങ്കിലും നമുക്ക് മറ്റൊരാൾക്ക് നമ്മൾ കാരണം ഒരു ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഘട്ടത്തിലുണ്ടാകുന്ന ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്താലും പിന്നീടെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ എപ്പോഴും അങ്ങനെ പോലും സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് പരിക്കേൽപ്പിച്ചപ്പോൾ നമ്മളിപ്പോൾ ഈ പുറത്തു വന്ന ഇൻസ്റ്റഗ്രാം ഓഡിയോ സന്ദേശത്തിൽ നമുക്കത് പ്രകടമാണ്. അതായത് ഈ പരിക്കേറ്റിട്ട് പോലും, ഷഹബാസിന് മാരകമായി പരിക്കേറ്റിട്ട് പോലും അതിൽ തങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലാണ് കുട്ടികളുടെ മാനസിക അവസ്ഥ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ കുട്ടികൾക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഈ കുട്ടികൾക്ക് അവബോധ പരിപാടികൾ അല്ലെങ്കിൽ അത്തരം ബോധവൽക്കരണം, കുട്ടികൾക്കുള്ള നടക്കുന്ന അച്ചടക്ക നടപടികളൊന്നും അത് ഫലം ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് പരിഹരിക്കാൻ